ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ, അവൻ്റെ അത്ഭുത കൃപയാൽ മാത്രം രക്ഷപ്പെട്ട ഒരു പാപിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചിന്തിച്ച ഒരു കാര്യമുണ്ട്. സ്തോത്രം. ചില വ്യക്തികളെല്ലാം എൻ്റെ മുന്നിലൂടെ വന്നപ്പോഴാണ് ഞാൻ അങ്ങനെയെല്ലാം ചിന്തിച്ചത്. പ്രിയമുള്ളവരെ, ഈ കർത്താവിന് എന്നോട് കൃപ തോന്നിയില്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? സ്തോത്രം. അനേകർക്കും, പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ അനേകരോട് ഞാൻ ഈ ദൈവവചനം അല്പാൽപമെങ്കിലും ഒന്ന് സംസാരിക്കുവാനും കുറച്ചെങ്കിലും ഈ വചനങ്ങളും സാക്ഷ്യങ്ങളും എല്ലാം നമ്മളുടെ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളെല്ലാം ഞാൻ ഫോർവേഡ് ചെയ്യുകയെല്ലാം ഉണ്ടായി. എന്നാൽ ചില വ്യക്തികളെല്ലാം പരിഹാസത്തോടുകൂടെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് കാണാനിടയായി. എൻ്റെ ഒരു വിദേശത്തുള്ള ഒരു സുഹൃത്ത് എൻ്റെ ഒരു വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് ഒരല്പം പരിഹാസത്തിൻ്റെ ഒരു സ്മൈലി ഇട്ട് എനിക്ക് റിപ്ലൈ ചെയ്തിട്ടുണ്ടായി. ഞാൻ അതിനോട് പ്രത്യേകിച്ചൊന്നും പ്രതികരിച്ചില്ല. ഞാൻ എൻ്റെ ഒരു സ്നേഹാന്വേഷണം മാത്രം അദ്ദേഹത്തിന് അറിയിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, അനേകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൽ വിശ്വാസമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിൽ, അവൻ്റെ വചനത്തിൽ ആരും വിശ്വസിക്കുന്നില്ലെന്ന് മാത്രമല്ല, കേൾക്കുന്ന വചനത്തെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരാണ് അനേകരും. എന്നാൽ കൃപയാൽ എന്ന് ഞാൻ പറയട്ടെ, പ്രിയമുള്ളവരെ, എനിക്ക് ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുവാനും എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ മാത്രമാണെന്ന് വിശ്വസിക്കുവാൻ ഈ നാളുകളിൽ എനിക്ക് മഹാഭാഗ്യം എൻ്റെ കർത്താവ് എനിക്ക് നൽകുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഡെൻകെയറിലാണല്ലോ ജോലി ചെയ്യുന്നത്. ഞാൻ അവിടെ ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മീറ്റിംഗ് നടക്കുകയുണ്ടായി. ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത സമയത്ത് ഞാൻ പിന്നിലിരുന്നു കൊണ്ട് ഞാൻ ഓരോരുത്തരെയും മാറി മാറി ശ്രദ്ധിക്കുകയായിരുന്നു. ആ മീറ്റിങ്ങിൽ പങ്കെടുത്തവരെല്ലാം ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഉയർന്ന ജോലി സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തികളാണ് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തത്. ഞാൻ അവരെ ഓരോരുത്തരെയും വാച്ച് ചെയ്യുകയുണ്ടായി. കാരണം മറ്റൊന്നുമല്ല, ഞാൻ നോക്കി ആ വ്യക്തികളെല്ലാം എന്നേക്കാൾ വളരെയേറെ സീനിയറായിട്ടുള്ള വ്യക്തികളായിരുന്നു. അല്ല, ഇനി അങ്ങനെ സീനിയോറിറ്റി ഇല്ലാത്ത വ്യക്തികളെ ഞാൻ ശ്രദ്ധിച്ചു നോക്കി. അവരെല്ലാം നല്ല കഴിവുറ്റ, നല്ല മികവുറ്റ വ്യക്തികളായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കി. ഇവരെല്ലാം അപേക്ഷിച്ച് എന്ത് മേന്മയാണ് എനിക്കുള്ളത്? ഇവരെല്ലാം അപേക്ഷിച്ച് എന്ത് പ്രാഗൽഭ്യമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ളതെന്ന് ഞാൻ ചിന്തിച്ചു നോക്കി. പ്രിയമുള്ളവരെ, വേറെ ഒന്നും എനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ മാത്രം, അതുമാത്രമാണ് ഇന്ന് എന്നെ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. നമുക്കൊരു വചനഭാഗം വായിച്ചു കേൾക്കാം. 1 കൊരിന്ത്യർ 15:10. ആ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. സ്തോത്രം. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. അതുതന്നെയാണ് പ്രിയമുള്ളവരെ എൻ്റെ സാക്ഷ്യവും. ഞാൻ ഇന്ന് ആയിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ മാത്രമാണ് ഞാൻ ഇന്ന് ആയിരിക്കുന്നത്. ഞാൻ ഏതെല്ലാം സാഹചര്യത്തിലായിരുന്നാലും, പ്രിയമുള്ളവരെ, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ജോലി സ്ഥാപനത്തിൽ, എൻ്റെ ഭവനത്തിൽ, ഞാൻ ആയിരിക്കുന്ന ഓരോ മേഖലകളിലും എനിക്ക് ഈ കർത്താവിൻ്റെ കൃപ കൂടാതെ ഒരു നിമിഷം പോലും ഈ നാളുകളിൽ എനിക്ക് ജീവിക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു ബോധം കർത്താവ് എനിക്ക് തന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, എനിക്കറിയാം വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ജോലിയിൽ ചെയ്യുന്നത്. അതുപോലെ എൻ്റെ ഭവനത്തിൽ വളരെയേറെ ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ട്. കാരണം എൻ്റെ പിതാവ് ഈ അടുത്ത കാലത്ത് കടന്നു പോയപ്പോൾ എൻ്റെ പിതാവ് ചെയ്തു വരുന്ന അനേക കാര്യങ്ങൾ ഇന്നും, പ്രിയമുള്ളവരെ, എനിക്കത്ര ഭംഗിയായി ചെയ്യാൻ അറിയില്ല. എന്നാൽ ഈ കാലങ്ങളിൽ ഞാൻ തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട്. ഒന്നും നമ്മുടെ ബലത്താൽ നടക്കുന്നതല്ല. ഒന്നും എൻ്റെ കഴിവോ എൻ്റെ സാമർഥ്യമോ നമ്മളുടെ ഏതെങ്കിലും കാര്യത്തിലുള്ള എക്സ്പീരിയൻസോ ഇതൊന്നുമല്ല നമ്മളെ ഒരു ദൈവവേദനയെ മുമ്പോട്ട് നയിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കൃപയിൽ ആശ്രയിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ, ഈ കർത്താവിൻ്റെ കൃപയിൽ മാത്രം ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് അത്ഭുതം കാണുവാൻ സാധിക്കും. ഈ അടുത്തിടെ എൻ്റെ ഒരു സഹോദരൻ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഞാൻ വളരെ നാൾ ഉപവാസം എടുത്തു, ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഉപവാസം എടുത്തു, എൻ്റെ കടങ്ങൾ മാറിയില്ല, എൻ്റെ മദ്യപാനം മാറിപ്പോയില്ല,
അതുകൊണ്ട് ഞാൻ ഇനിയും ഈ ലോകത്തിൻ്റെ വഴിയിലേക്ക് ഇറങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞ് ഞാൻ വളരെ സങ്കടത്തോടെ പറയുന്നത് ഞാൻ കേട്ടു. പ്രിയമുള്ളവരെ, എനിക്ക് വളരെ സഹതാപവും വേദനയും തോന്നി. കാരണം ഞാൻ ആ അനുഭവത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. ഞാൻ എൻ്റെ സ്വന്തം ബലത്തിൽ ആശ്രയിച്ച് ഞാൻ എൻ്റെ സ്വന്തം ബലത്തിൽ പലതും ചെയ്ത് നോക്കിയ വ്യക്തിയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിൽ ഞാൻ ആശ്രയിച്ചിരുന്നില്ല. എന്ന് ഞാൻ എൻ്റെ സ്വന്തം അധ്വാനവും എൻ്റെ സ്വന്തം വഴികളും വിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിൽ മാത്രം ആശ്രയിച്ചുവോ, അന്നാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങിയത്. പ്രിയമുള്ളവരെ, ഞാൻ ആ സഹോദരനോട് എന്നാലാവുന്ന രീതിയിലെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. എന്നാൽ പിടികിട്ടുകയുമില്ല. പ്രിയമുള്ളവരെ, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പലതും മനസ്സിലാവുകയുള്ളൂ. ഈ വചനത്തിൻ്റെ കീഴിൽ നമുക്കിന്ന് വന്നിരിക്കാൻ അനേകർക്ക് കഴിയുന്നില്ല. ഇന്ന് ഇത്രയും പേര് നമ്മളിവിടെ കൂടി വന്നിട്ടുണ്ടല്ലോ. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ വചനം ഇന്ന് കേൾക്കാൻ സാധിക്കുന്നത്. വീണ്ടും നമുക്കൊരു വാക്യം കൂടി നമുക്ക് വായിച്ച് കേൾക്കാം. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 20-ാം വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു വന്നു, എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. കൃപ അത്യന്തം വർദ്ധിച്ചു വന്നു. ഈ വാക്യം ഞാൻ വായിച്ചപ്പോൾ ഞാൻ ഒരു നിമിഷം എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കി. കാരണം ഞാൻ വളരെ ചെറുപ്പത്തിലെ ഈ വചനം കേട്ട് വളർന്ന വ്യക്തിയാണ്. എൻ്റെ ഭവനത്തിൽ അനേകം ആത്മീയ പുസ്തകങ്ങളുണ്ട്. വായിച്ച് തീർക്കാൻ കഴിയാത്ത അത്രയും ആത്മീയ പുസ്തകങ്ങൾ എൻ്റെ ഭവനത്തിലുണ്ട്. എല്ലാം എൻ്റെ പിതാവ് വാങ്ങി വെച്ചതാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഷെൽഫെല്ലാം തുറന്ന് ഓരോ പുസ്തകങ്ങൾ വെറുതെ ഒന്ന് മറച്ചു നോക്കി. അതിനകത്ത് ഒരു അണ്ടർലൈൻ ഇല്ലാത്ത ഒരു പേജോ അല്ലെങ്കിൽ ആ പുസ്തകത്തിൻ്റെ സൈഡിൽ ചെറിയൊരു നോട്ട് കുറിക്കാത്ത ഒരു പുസ്തകമോ വളരെ കുറവാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എല്ലാ പുസ്തകത്തിലും എൻ്റെ പിതാവിൻ്റെ കണ്ണ് പതിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ആത്മീയ കാര്യങ്ങളിൽ കരുതുന്ന ഒരു പിതാവായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാനാണ് ഈ കാര്യം പറഞ്ഞത്. കാരണം വളരെ ചെറുപ്പത്തിലെ ഈ വചനം കേട്ട് വളർന്നുകൊണ്ട് തെറ്റേതാണെന്ന് ശരി ഏതാണെന്നും വ്യക്തമായ ബോധ്യം എനിക്ക് ദൈവം തന്നിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വചനം കേട്ട് വളർന്നതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് ചെറുപ്പം മുതലേ തെറ്റും ശരിയും മറ്റുള്ള എൻ്റെ സമപ്രായക്കാരേക്കാൾ കൂടുതൽ എനിക്ക് മനസ്സിലാകുമായിരുന്നു. എൻ്റെ സ്കൂളിൽ, എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ എൻ്റെ കോളേജിൽ എൻ്റെ കൂടെ പഠിച്ച, എൻ്റെ ബാല്യകാലത്ത് എൻ്റെ കൂടെ കളിച്ചു വളർന്ന എൻ്റെ നാട്ടുകാരായ എൻ്റെ കൂട്ടുകാരേക്കാൾ കൂടുതൽ ഈ ദൈവിക കാര്യങ്ങളിൽ എനിക്ക് അറിവുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഇതെല്ലാം ഞാൻ പറയാൻ കാരണം ഞാൻ പല പാപങ്ങളും ചെയ്തത് അറിഞ്ഞുകൊണ്ടായിരുന്നു. 99% പാപങ്ങളും എൻ്റെ ജീവിതത്തിൽ വന്നത് ഇത് പാപമാണ്, ഇത് തെറ്റാണ്, കർത്താവിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്ന കാര്യമാണെന്ന് വ്യക്തമായ ബോധത്തോടു കൂടി തന്നെയാണ് പ്രിയമുള്ളവരെ ഞാൻ ആ പാപങ്ങളെല്ലാം ചെയ്തത്. എന്നിട്ടും പ്രിയമുള്ളവരെ, പാപം പെരുകിയെടുത്ത് ഞാൻ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്തിട്ട് പോലും കർത്താവിന് കൃപ എന്നെ വിട്ട് മാറിപ്പോയില്ല. പ്രിയമുള്ളവരെ, കാരണം ഞാൻ ഓർക്കുന്നു അനേക അപകടങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നുകൂടിയതാണ്. അനേകം മരിക്കത്തക്ക രോഗം ഞാൻ ഓർക്കുന്നു. ഏതാനും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സെൻറ്റ് ജോർജ് ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റായി. എനിക്ക് അതിശക്തമായ വയറുവേദന. ദിവസങ്ങൾ ഏതാണ്ട് 2 ദിവസം 3 ദിവസം ഞാൻ നിവർന്ന് കിടക്കില്ലായിരുന്നു. ഞാൻ വളഞ്ഞ് ചുരുണ്ടുകൂടിയായിരുന്നു കിടന്നിരുന്നത്. കാരണം എനിക്ക് നേരെ കിടന്നാൽ എനിക്ക് അത്ര അസഹനീയമായ വയറുവേദന എൻ്റെ വയറ്റിൽ പിടിപെട്ടു. പ്രിയമുള്ളവരെ, അത് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റി. ഞാൻ അന്ന് PS ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന വഴി തന്നെ ഡോക്ടർ പറഞ്ഞു ഇൻഫെക്ഷൻ വളരെ കൂടുതലാണ്, പെട്ടെന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യണമെന്നെല്ലാം പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്തു. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞത് കുറച്ചുകൂടെ വൈകിയിരുന്നെങ്കിൽ അത് അവിടെ പൊട്ടി മൊത്തം അധികം പ്രശ്നമായി ഗുരുതരാവസ്ഥയിലായി പോയനെ എന്ന് ഡോക്ടറെല്ലാം പറഞ്ഞു. അങ്ങനെ അനേകം പ്രിയമുള്ളവരെ അസുഖങ്ങൾ എൻ്റെ ജീവിതത്തിൽ, ഞാൻ ചെറുപ്പം മുതലേ ഒരു രോഗിയായി വളർന്നു വന്ന ആളാണ്. ഞാൻ ഇന്നും എൻ്റെ മമ്മിയോട് ഞാൻ പറഞ്ഞു, എൻ്റെ മമ്മിയോട് ഇരിക്കുന്നുണ്ടല്ലോ, മമ്മിയോട് ഞാൻ പറഞ്ഞു, ഞാൻ ചെറുപ്പം മുതലേ ഒരു രോഗിയായി വളർന്നു വന്ന ഒരു വ്യക്തിയല്ലേ മമ്മി എന്ന് ഞാൻ ചോദിച്ചു. എൻ്റെ ചേട്ടൻ എന്നേക്കാൾ എത്രത്തോളം ആരോഗ്യമുള്ള വ്യക്തിയാണ്. പ്രിയമുള്ളവരെ, ഞാൻ നോക്കുമ്പോൾ അനേകരെ ഞാൻ കാണുന്നു, ബുദ്ധിയുള്ളവർ, ആരോഗ്യമുള്ളവർ. എന്നാൽ എൻ്റെ കർത്താവിന് എന്നോടാണ് കൃപ തോന്നിയത്. ഞാൻ അനേകർ നോക്കി, എൻ്റെ ഭവനത്തിലേക്ക് നോക്കി, എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ നോക്കി, എൻ്റെ കൂട്ടുകാരിലേക്ക് ഞാൻ നോക്കി, എല്ലാവരിലേക്കും നോക്കിയിട്ടും പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഈ കർത്താവിന് എന്നോട് കൃപ തോന്നിയതെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രിയമുള്ളവരെ, കാരണം എൻ്റെ ജോലി സ്ഥാപനം ഞാൻ എടുത്തെടുത്ത് പറയുന്ന അനേകം കഴിവുറ്റ വ്യക്തികൾ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് പറയാൻ കാരണം. പ്രിയമുള്ളവരെ, എന്നാൽ അവരുടെ എല്ലാം മുമ്പിൽ നിസ്സാരനായ എന്നോട് ഈ കർത്താവിന് കൃപ തോന്നി, കർത്താവിന് കരുണ തോന്നി. ഇന്ന് നിരാശപ്പെട്ട് നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നിങ്ങൾ എത്ര ചെയ്തിട്ടും ശരിയാവുന്നില്ല എന്നോർത്ത് നിങ്ങൾ ചില
കാര്യങ്ങളെല്ലാം നിരാശപ്പെട്ട് കൂമ്പടഞ്ഞു പോയി നിങ്ങൾ ഇരിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ അനുഭവമാണ് നിങ്ങളോട് പറയുന്നത്. ചില പ്രശ്നങ്ങളുടെ മേലെല്ലാം ഞാൻ പകച്ചു നിന്ന് പോയിട്ടുണ്ട്. ഞാൻ എന്ത് വേണ്ടു എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട് പ്രിയമുള്ളവരെ. ചില വ്യക്തികളുടെ മുമ്പിൽ ഞാൻ വാസ്തവത്തിൽ മുട്ടുമടക്കി പോയിട്ടുണ്ട് പ്രിയമുള്ളവരെ. പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തിക്കാമെന്നെല്ലാം ചിന്തിച്ച് പ്രിയമുള്ളവരെ അനേകം ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പല വ്യക്തികളോടും സംസാരിച്ച് വരികയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന്. പ്രിയമുള്ളവരെ, നടക്കുകയില്ല, ഒരിക്കലും സാധ്യമല്ല പ്രിയമുള്ളവർ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറണമെങ്കിൽ, ഒരു വ്യക്തിക്ക് മാനസാന്തരം കിട്ടണമെങ്കിൽ, ഒരു വ്യക്തിയിലേക്ക് ആത്മീയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് മനസ്സിലാവണമെങ്കിൽ പ്രിയമുള്ളവരെ, ആ വ്യക്തിയിൽ കർത്താവിൻ്റെ കൃപയില്ലാതെ സാധിക്കുകയില്ല എന്ന് എനിക്ക് മനസ്സിലായി പ്രിയമുള്ളവരെ. എനിക്ക് കർത്താവിൻ്റെ കൃപ വേണമെന്ന് എനിക്ക് അത്രയ്ക്കും നിർബന്ധം ഈ നാളുകളിൽ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ കൃപയില്ലാതെ ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ എനിക്ക് സാധ്യമല്ല. മറ്റുള്ളവർക്ക് സാധിക്കുമായിരിക്കും, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് സാധിക്കുമായിരിക്കും, എൻ്റെ ബാല്യകാല സുഹൃത്തുക്കൾക്ക് സാധിക്കുമായിരിക്കും, എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ ഭാര്യയ്ക്ക് സാധിക്കുമായിരിക്കും, എൻ്റെ മമ്മിക്ക് സാധിക്കുമായിരിക്കും. എന്നാൽ എനിക്ക് സാധ്യമല്ല. കാരണം ഞാൻ അത്ര ബലഹീനനാണെന്ന് എനിക്കറിയാം പ്രിയമുള്ളവരെ. എൻ്റെ പാപ സ്വഭാവങ്ങളും എൻ്റെ പാപ പ്രകൃതികളെല്ലാം ഇന്നും എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ഇവിടേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് അത്യാവശ്യം ഒരു കാര്യത്തിനൊന്ന് പുറത്ത് ഒരു ഷോപ്പിലേക്ക് പോയി. ആ ഷോപ്പിലേക്ക് പോകുന്നതിനായി ഞാൻ റോഡ് ക്രോസ് ചെയ്ത് മറു സൈഡിലേക്ക് കടന്നപ്പോൾ അവിടെ ഒരു വാഹനം ഒതുക്കിയിട്ടിട്ടുണ്ട്. ആ വാഹനത്തിൽ കൂളിംഗ് ഫിലിം എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വാഹനത്തിനോട് ചേർന്ന് നടന്നപ്പോൾ പെട്ടെന്ന് 2 തവണ ഹോൺ അടിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ അറിയുന്ന ഏതോ ഒരു വ്യക്തിയായിരിക്കും ഹോൺ അടിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പയ്യെ വാഹനത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ തന്നെ വാഹനത്തിൻ്റെ 2 സൈഡിലും സൈഡ് ഗ്ലാസ് ഇങ്ങനെ താഴ്ത്തിയപ്പോൾ തന്നെ അസഹനീയമായ മദ്യത്തിൻ്റെ ഗന്ധം എനിക്ക് മനസ്സിലായി. മദ്യപിക്കുകയാണ്. എനിക്ക് അകത്തിരിക്കുന്ന വ്യക്തികളെയും എനിക്ക് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒഴിവാകാൻ ശ്രമിച്ചു. എന്നാൽ എന്നെ അത്രയ്ക്ക് അറിയുന്ന വ്യക്തികളായതുകൊണ്ട് എനിക്ക് എന്താണെന്ന് ചോദിച്ചു. ഞാൻ ജസ്റ്റ് മറുപടി പറഞ്ഞു. ഞാൻ പോകാൻ തുടങ്ങിയപ്പോഴേക്കും അടുത്ത എന്തായിരിക്കും എന്ന് എനിക്ക് അറിയാം. ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഒഴിവാൻ നോക്കി. പക്ഷേ പുറകെ ചോദ്യം വന്നത് ഞാൻ കേട്ടു, കഴിക്കുന്നുണ്ടോ എന്നാണ് പുറകെ നിന്ന് ചോദ്യം വന്നത്. പ്രിയമുള്ളവരെ, ആ വ്യക്തികൾ ഇതുവരെയും കുറച്ച് നാളുകളായിട്ട് ഞാൻ കണ്ടിട്ടില്ലാത്ത വ്യക്തിയായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് എനിക്ക് നോ പറയാൻ സാധിച്ചത്? പഴയ ഞാനായിരുന്നെങ്കിൽ പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ അവിടെ ഉണ്ടാവുകയില്ല. പഴയ ഞാനായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വീട്ടിൽ കലഹമായിരിക്കും. പഴയ ഞാനായിരുന്നെങ്കിൽ പ്രിയമുള്ളവരെ ഇന്ന് സുബോധം എനിക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാകുമായിരുന്നില്ല. ആരാണ് പ്രിയമുള്ളവരെ മാറ്റിത്തന്നത്? കർത്താവായ യേശു ക്രിസ്തു. ആരാണ് ഇന്ന് ഈ സാക്ഷിയായി എന്നെ ഇവിടെ എഴുന്നേൽപ്പിച്ചത്? ഇതൊന്നും അത്രയ്ക്കും അസാധ്യമായ കാര്യമാണ്. ഞാൻ പലരോടും പറയാറുണ്ട് എൻ്റെ അനുഭവം. എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയാറുണ്ട്, എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയാറുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ പല ആളുകൾക്കും ഇത് മനസ്സിലാവുകയില്ല. കാരണം അവർക്ക് എൻ്റെ അനുഭവം മനസ്സിലാവുകയില്ല. കാരണം അത് അത്രത്തോളം അസാധ്യമായ കാര്യമായിരുന്നു. ഞാനിങ്ങനെ തോറ്റു നടന്നൊരു മനുഷ്യനാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ എന്നെയും പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം കൂടി നമുക്ക് വായിച്ചു കേൾക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന് സ്തോത്രം. കൃപയാലത്രേ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. എല്ലാം കൃപയാണ് പ്രിയമുള്ളവരെ, എല്ലാം കൃപ മാത്രം. ആ ഒരു വാക്ക് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഞാൻ എൻ്റെ ഭാര്യയുമായി ആത്മീയ കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ, എൻ്റെ മമ്മിയുമായി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ കൃപയൊന്നു മാത്രം. ആ ഒരൊറ്റ വാക്കിലാണ് പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് ഏറെ രസിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, കൃപയാണ് എന്നെ രക്ഷിച്ചത്. ഒരു വാക്യം കൂടി നമുക്ക് വായിച്ചു കേൾക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. ആ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വിശ്വസിക്കാൻ പോലും നമുക്ക് ഒരു കൃപ വേണം പ്രിയമുള്ളവരെ. ആ കാര്യമെല്ലാം വാസ്തവമാണെന്നും ഇത് സത്യമാണെന്നും കർത്താവിൻ്റെ വചനത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നും ഈ വചനത്തിന് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുകയുള്ളൂ എന്നും വിശ്വസിക്കാൻ സാധിക്കുന്നത് പോലും പ്രിയമുള്ളവരെ ഒരു കൃപയാണ്. കാരണം അനേകർക്ക് കഴിയുന്നില്ല. ഇന്ന് യൗവനക്കാരെല്ലാം, ഞാൻ ചില ന്യൂസുകളെല്ലാം കേൾക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, യൗവനക്കാരെല്ലാം ചില സംഗീത പാട്ട് പാടുന്ന വ്യക്തികളുടെ എല്ലാം പുറകിലാണ്, അവരുടെ ആശയങ്ങളുടെ എല്ലാം പുറകിലാണ്. ഞാൻ ഇന്ന് എൻ്റെ മകനോട് പറഞ്ഞു, ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഒരു പ്രത്യേക സംഭവം ഉണ്ടായപ്പോൾ പ്രിയമുള്ളവർ, ഞങ്ങൾ പോകാൻ തുടങ്ങിയപ്പോൾ ഒരു പ്രത്യേക കാര്യം ഉണ്ടായി. അന്നേരം എൻ്റെ കുഞ്ഞ് എന്നോട് പറഞ്ഞു, അത് കർത്താവിൻ്റെ കൃപയാണ് കേട്ടോ എന്ന് പറഞ്ഞു. എൻ്റെ മോൻ 5-ാം ക്ലാസ്സിലായിട്ടുള്ളൂ. ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, അതും കർത്താവിൻ്റെ കൃപയല്ലേ പ്രിയമുള്ളവരെ? അത്രയും ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ എത്ര പേര് അങ്ങനെ ഒരു വാക്യം പറയും?
പിതാവിനോട് ആ വാക്യം പറയും. എനിക്കൊരു അനുഭവം ഉണ്ടായി, അത് പെട്ടെന്നൊരു അത്ഭുതമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ കുഞ്ഞ് എന്നോട് പറയുകയാണ് അത് കർത്താവിൻ്റെ കൃപയാണെന്ന്. ഞാൻ ഉള്ളത്തിൽ സ്തുതിച്ചു. പ്രിയമുള്ളവരെ, അവൻ്റെ ആ പ്രായത്തിൽ ഞാൻ ഇങ്ങനെയൊന്നും സംസാരിക്കുമായിരുന്നില്ല. എന്നാൽ എൻ്റെ കുഞ്ഞ് ഇത് കണ്ടും കേട്ടും വളരുന്നുകൊണ്ട് കർത്താവിൻ്റെ കൃപ അവനിലേക്കും ഒഴുകുന്നു. കർത്താവിൻ്റെ കൃപ എൻ്റെ 2 കുഞ്ഞുങ്ങളിലേക്കും ഒഴുകുന്നു. പ്രിയമുള്ളവരെ, അവർ ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുന്നു, അവർ ആത്മീയ ഗാനങ്ങൾ പാടുന്നു. പ്രിയമുള്ളവരെ, അവർ അനുസരണമുള്ള മക്കളായി ഇന്ന് വളരുന്നു. ആരാണ് പ്രിയമുള്ളവരെ? എന്താണ് കാരണം? കർത്താവിൻ്റെ കൃപ. കൃപ ഒന്ന് മാത്രമാണ്. നമ്മൾ ആദ്യം പാടിയ ഗാനത്തിൻ്റെ അവസാനത്തെ സ്റ്റാൻസ് എങ്ങനെയാണ്? കൃപ 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 എന്ന് സ്തുതി പാടുമെന്നും ഞാൻ. കൃപ 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 എന്ന് സ്തുതി പാടുമെന്നും ഞാൻ. രക്ഷ സർവം കൃപമൂലം, കൃപയുടെ പൈതൽ ഞാൻ. രക്ഷ സർവം കൃപമൂലം, കൃപയുടെ പൈതൽ ഞാൻ. ദൈവത്തിന് സ്തോത്രം.